എന്തുവാ പപ്പ? ഞാൻ പറഞ്ഞിട്ടില്ലേ വർക്ക് ചെയ്യുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. വർക്കാ? എന്തൊരു വർക്ക്? പപ്പ റീൽസ്. നിന്റെ ബോൾസ് അടിച്ച് ഞാൻ പൊട്ടിക്കും. അല്ല, എന്തിനാണ് നിന്റെ ഉദ്ദേശം? 2024 തീരാൻ ഇനി 1.5 മാസം തയ്ച്ചില്ല. 3 വർഷം കൊണ്ട് തീരേണ്ട ഡിഗ്രി നീ 6 വർഷം കൊണ്ടാണ് എഴുതിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 കൊല്ലമായി. സ്വാറിൽ നിന്ന് നടക്കുന്നതല്ല, നീ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലോട്ട് അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോടെ? പപ്പ, ഞാൻ അധ്വാനിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. ഒന്നുമില്ല, ഞാൻ ഒരു എന്റർപ്രനർ അല്ലേ. പല്ലും തേക്കൂല, നാക്കും പഠിക്കൂല. ആദ്യം അത് നേരെ പോയി പറയാനെങ്കിലും പഠിക്കടേ. എന്നാ പപ്പ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. അതാണോ ഇവിടുത്തെ വിഷയം? നീ അധ്വാനിച്ച് വീട്ടിലോട്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്നൊന്ന് പറയാണ്. ബിരിയാണി കച്ചവടം തുടങ്ങിയില്ലേ? എന്നിട്ട് നീ നിന്റെ തലയറിച്ച കൂട്ടുകാരും കൂടെ തന്നെ ഇരുന്ന് ചെമ്പിന്റെ മുക്കാലും തിന്നു തീർക്കും. എന്റെ 1.5 ലക്ഷം വേടി. ആദ്യത്തെ ബിസിനസ് പൊട്ടിയാലെന്താ? രണ്ടാമത്തെ പിന്നെ പൊളപ്പനായിരുന്നോണ്ട് കുഴപ്പമില്ല. വാദം മാറാനുള്ള ആയുർവേദ ചെരുപ്പെന്ന് പറഞ്ഞ് ചപ്പല്ലു വാട്ടയിട്ട് കൊടുത്ത് നാട്ടുകാരി ജസ്റ്റ് മിസ്സിനാണ് കൈവയ്ക്കാത്തത്. പപ്പ നനച്ച വഴി കിട്ടി. അങ്ങനല്ല, നനച്ച വഴി പപ്പ നനച്ച വഴി പിഴച്ചാൽ കിടച്ച വഴി പോണം പപ്പ. ഈ റീൽസ് കത്തും. നാട്ടുകാര് കത്തിക്കുന്നില്ല. അല്ലേ തന്നെ നമ്മൾ എന്തിനാണ് പപ്പ കഷ്ടപ്പെടുന്നത്? വെൻ there is a will, there is a way എന്നാണല്ലോ. എന്ന് വെച്ചാ പപ്പ തട്ടി പോകുമ്പോ ഈ വിൽപത്രത്തിലൊക്കെ എഴുതിയേക്കുന്ന പോലെ ഈ കോടിക്കണക്കിന് സ്വത്തൊക്കെ എനിക്കുള്ളതല്ലേ. പിന്നെ എന്തിനാണ് പപ്പ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മമ്മി ഒരു ബൂസ്റ്റ്. അത് നേരത്താന്തോ കന്നിമാസത്തിൽ വല്ല ജട്ടിയിട്ട് നടന്നാ മതിയായിരുന്നു.